മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഒക്കെ കൈ കിടന്ന് ഇങ്ങനെ പറയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? കൈ മാത്രമല്ല, എന്താ കാര്യം? എനിക്കൊരു മരുന്ന് കേൾക്കില്ല, ഹോമിയോ ആണ് എനിക്ക് കേൾക്കുന്നത്, അതെനിക്കല്ല എൻ്റെ അച്ഛൻ തൊട്ടത് അങ്ങനെയാണെന്ന് പറഞ്ഞ് അതിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട്. ഹോമിയോ ശരിയാണെങ്കിൽ കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം തെറ്റാണ്. ഒരു കാര്യത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നതോറും അതിൻ്റെ വീര്യം കൂടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ പിന്നെ പാലിനകത്ത് വെള്ളം ഒഴിക്കുന്നതിനെതിരെ കുറ്റം പറയുന്നത് എങ്ങനെയാണ്? ഹോമിയോ വിശ്വാസിയാണെങ്കിലും ഒന്ന്, നിങ്ങൾക്ക് തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ നിങ്ങളിൽപ്പെട്ടവനല്ല, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെ തോന്നാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് മതവും ജാതിയും. അതൊരു നല്ല അവസ്ഥയല്ല. അതിന് പ്രേരകമാകുന്ന അന്ധവിശ്വാസം ഏതായാലും അത് എതിർക്കപ്പെടേണ്ടതാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിലനിൽക്കുന്ന വസ്തുക്കൾ, ലൈക്ക് സൂര്യൻ, ചന്ദ്രൻ, നിങ്ങൾ, ഞാൻ, ലോകം. എന്നാൽ മറ്റു ചില സാധനങ്ങൾ, പ്രേതം, മറുത, ദൈവം, പിന്നെ ചാത്തൻ, അത് ഇത് മാട കോട, ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിച്ച് നിലവിൽ വരുത്താൻ സാധിക്കും. അത് നിങ്ങൾ പ്രേതം ഇല്ലെങ്കിലും പ്രേതം ഉള്ളതുപോലെ നിങ്ങൾ പെരുമാറും. ഇവിടെ അങ്ങോട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങി 2 കല്ല് വാരി പോക്കറ്റിട്ട് ഇതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നേരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം വന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റും, പറ്റാതിരിക്കും. അങ്ങോട്ട് പോകുമ്പോൾ കല്ലെടുത്താൽ കളഞ്ഞാൽ മതി. ഈ കല്ലെടുത്ത് ഇടാതെയും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് മര്യാദയ്ക്ക് പണി ചെയ്തിട്ട് പോകാൻ പറ്റും. ഈ കല്ലാണ് ഈ സാധനം. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ഒരു മുട്ടാളൻ റേപ്പ് ചെയ്യുന്നു, അവിടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ പറയും അത് പാടില്ല. പക്ഷേ ദൈവം എന്ത് ചെയ്യും? നടക്കട്ടെ നടക്കട്ടെ എന്ന് പറയും. നടക്കട്ടെ എന്ന് പറയുന്നതുകൊണ്ടാണല്ലോ ഇത് നടക്കുന്നത്. കാര്യം അവനറിയാതൊന്നും നടക്കുന്നില്ല, അവൻ്റെ അനുവാദം ഇല്ലാതൊന്നും നടക്കുന്നില്ല. അങ്ങനല്ലേ സിദ്ധാന്തം. അവന് വേണമെങ്കിൽ ഇത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ തടയണമെന്നുണ്ടെങ്കിൽ ഇത് കൃത്യം ചെയ്യുന്നവനെ ഡിസ്ഫങ്ഷനിലാക്കാം ആ നിമിഷം, അല്ല എന്തിനേറെ പറയുന്നത് ഒരു എത്തിസ്റ്റ് ആണെന്ന് പറയുന്ന ഒരാൾ ദൈവത്തിന് ഇഷ്ടമല്ലാതെ ജീവിക്കുന്നു എന്നാണല്ലോ എൻ്റെ അർത്ഥം. ലോകത്ത് ഒരു എത്തിസ്റ്റ് എന്തെങ്കിലും ഉണ്ടാവുമോ ഈ പറയുന്ന സംഗതി ആക്റ്റീവ് ആണെങ്കിൽ? നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെക്കുറിച്ച് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട്, നമ്മുടെ നാടെന്ന് പറയുമ്പോൾ തന്നെ അത് അറിയപ്പെടുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് ഒരു കാലഘട്ടം മുതൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ നാട്ടിൽ ഇപ്പോൾ ഈ എറണാകുളത്ത് ഈ വരുന്ന ഒക്ടോബർ 19 ദ വേൾഡ് ബിഗ്ഗസ്റ്റ് എത്തിസ്റ്റ് മീറ്റ് നടക്കുകയാണ്, ലെറ്റ്മോസ് 25. അപ്പോൾ ഇങ്ങനൊരു സംഭവം അനൗൺസ് ചെയ്തപ്പോൾ ഒരുപാട് പേരുടെ നെറ്റി ചുളുങ്ങി, ചിലർ കണ്ണുകൾ വിടർത്തി തുറന്നു. അതായത് ഇതെന്തിന്, ഇതാര് നടത്തുന്നു, ഇതെന്തിനു വേണ്ടി, കുറേ സംശയങ്ങളാണ് എല്ലാവരുടെയും മനസ്സിൽ വന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ രവീന്ദ്രൻ സാറാണ്. സാർ നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. ശരിക്ക് ഇപ്പോൾ സാറിന് ഒരുപാട് സംവാദങ്ങളായാലും സാറിൻ്റെ സ്പീച്ചാണെങ്കിലും ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചർച്ചകളിലേക്ക് വരുന്നത് വിശ്വാസം എന്തിന്, വിശ്വാസം അത് വേണോ, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇതൊക്കെയായിരുന്നു ചർച്ചകളിൽ വന്നേക്കുന്നത്. ശരിക്കും സാർ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, സാർ എങ്ങനെയാണ് സാറിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടത്? മതവിശ്വാസമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ കാര്യം, വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഡിഫോൾട്ട് പ്രോഗ്രാമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതൊരു ഷോർട്ട് കട്ടാണ്. ലൈക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ കയറി നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ അത് കണ്ടാമിനേറ്റഡ് അല്ല, ടോക്സിക് അല്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അത് കുടിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു 100 രൂപ തരുമ്പം അത് 100 രൂപയുടെ മൂല്യമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ സാധുവായ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. വിശ്വാസങ്ങൾ ഒരു ബ്രെയിൻ സോഫ്റ്റ്വെയർ തന്നെയാണ്. സോ ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ്. നമ്മൾ സംസാരിക്കുന്നത് അന്ധവിശ്വാസങ്ങളെ കുറിച്ചാണ്. അപ്പോൾ പല വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങൾ തന്നെയാണ്. വിത്തൗട്ട് നോയിങ് യു ബിലീവ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, യു ഡു നോട്ട് നോ എനിത്തിങ് അബൌട്ട് ദ മെക്കാനിസം, അതിൻ്റെ സാങ്കേതികതയെക്കുറിച്ചൊന്നും അറിയില്ല, പക്ഷേ നിങ്ങൾ ഒരു വിശ്വാസമാണ് വിത്തൗട്ട് നോയിങ് ദാറ്റ്. പക്ഷെ അതിനൊരു പ്രത്യേകതയുള്ളത്, അത് നല്ല ഡേറ്റ ഉണ്ട് ഇതിന്. ഫോർമൽ എക്സ്പീരിയൻസ് ഉണ്ട്, മുന്നേ പറഞ്ഞവരുണ്ട്. അത് അങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് ബാഹ്യമായിട്ടൊരു തെളിവ് അവിടെ ഹാജരാണ്. പക്ഷെ ഈ 2 വിഭാഗത്തിലും പെടാത്ത കാര്യങ്ങളുണ്ട്. ലൈക്ക് തെളിവില്ല, ആളുകൾ അത് ചെയ്യുന്നുണ്ട്. ദേ ആർ വേസ്റ്റിംഗ് ദെയർ ടൈം, ദെയർ മണി ആൻഡ് ദെയർ എനർജി, ആൻഡ് അതുകൊണ്ട് നിൽക്കുന്നില്ല. ഇറ്റ് കോസ് ഡാമേജ് ടു സൊസൈറ്റി, അതർ ഇൻഡിവിജ്വൽസ്. മറ്റുള്ളവർക്കൊരു ശല്യമാണ്, സമൂഹത്തിൻ്റെ പുരോഗതിക്കൊരു തടസ്സമാണ്. അപ്പോൾ അതൊരു മൊത്തത്തിലൊരു എന്താണെന്ന് പറയുന്ന ഒരു ക്ഷുദ്രമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ പലപ്പോഴും വിശ്വാസത്തിൻ്റെ. അത് ഏറ്റവും നിരുദ്രപരമായ വിശ്വാസം പോലും പലപ്പോഴും നമ്മളെ മൊത്തത്തിൽ മനുഷ്യ പുരോഗതിയെ വല്ലാത്ത രീതിയിൽ തടയുന്നുണ്ട്.
എൻ്റെ ചോദ്യം സാറിന് ഇപ്പോൾ സാറിപ്പോൾ ജനിച്ചു വളർന്ന ഒരു വീട്ടിൽ ആ വീട്ടിൽ ഇപ്പോൾ എന്താ പറയുക പാരൻസ് ആയിട്ടൊക്കെ ആണെങ്കിലും ഒരു വിശ്വാസമുള്ളൊരു ഫാമിലിയിലായിരുന്നു സാറ് ഒരു ദൈവത്തിലെല്ലാം വിശ്വസിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു അത്ര വലിയ പിന്നെ വോൾട്ടേജ് കുറഞ്ഞ മങ്ങി കത്തുന്ന അവിടെ നിന്നാണോ സാറിന് ഇങ്ങനെ ബിക്കോസ് മൈ ഫാദർ വാസ് എ കമ്മ്യൂണിസ്റ്റ് ഇൻ ദ സെൻസ് ദാറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർക്കറായിരുന്നു, ലോക്കൽ കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു. അമ്മ ഒരു ടീച്ചറായിരുന്നു. അമ്മ നോർമൽ വിശ്വാസിയായിരുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു രണ്ടുപേരും വിശ്വാസരഹിതമായിട്ടാണ് മരണസമയം. അച്ഛൻ തീർച്ചയായിട്ടും ആയിരുന്നു, അമ്മയും ഏതാണ്ട് ആ ഒരു അവസ്ഥയിലാണ്. അതുപോലെയൊക്കെ തന്നെയായിരുന്നു. ശരിക്കും നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആളുകൾ തെറ്റായ വഴിയിലൂടെയാണല്ലോ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ കുറച്ചുപേര് തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോഴാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുക, നിങ്ങളങ്ങനെ പോകരുത്, അത് ശരിയല്ല എന്ന് നമ്മൾ പറയുന്നത്. അതിന് മുമ്പ് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടാവും അത് ശരിയാണോ, അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. അതിനുശേഷം ഒരിക്കലും നമ്മൾ ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ സാറിപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്ന സാർ ഒരുപാട് പ്രഭാഷണങ്ങളെല്ലാം നടത്തുമ്പോൾ സാറിന് എവിടെ നിന്നാണ് അത് കിട്ടിയത്? ശരിയാണ്, ഈ ആളുകളെല്ലാം ചെയ്യുന്നത് അന്ധമായിട്ടാണ് ഇവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പല കാര്യങ്ങളും ഇപ്പം നമ്മളൊരു സിഗരറ്റ് മേടിക്കണമെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ട് ഇത് ഉപയോഗിക്കരുത്, അതിൽ ക്യാൻസർ വരും. എല്ലാത്തിനും ഒരു അവയർനെസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സൊസൈറ്റി പലതിനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിശ്വാസങ്ങൾ വർഷങ്ങളായിട്ട് ആചരിച്ചു വരുന്ന ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഞാൻ ആ അമ്പലത്തിൽ പോയി നേർച്ച ഇട്ടാലേ എൻ്റെ എക്സാം ഒന്ന് എഴുതാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് വേറെ ആരും തിരുത്താത്തത്? സാർ ഇപ്പോൾ പറയുന്നുണ്ട് അതെല്ലാം ഒരു അന്ധവിശ്വാസമാണ്. ഇത് തിരുത്താൻ വേണ്ടി ആരും മുമ്പോട്ട് ഇറങ്ങാത്തത് എന്താ? അന്ധവിശ്വാസങ്ങൾ പറയുമ്പോൾ തന്നെ ഒരുപാട് അന്ധമായി തന്നെ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ അന്ധമാണ്. അതാണ് എൻ്റെ രസം. പോസ്റ്റ് തൂൺ എന്ന് പറഞ്ഞോളാണ്. ഫോർ എക്സാമ്പിൾ സൂര്യൻ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സൂര്യനുണ്ട്. അപ്പോൾ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള വസ്തുക്കളാണ് ലോകത്തുള്ളത്. ഒന്ന് വിശ്വസിച്ച് നിലവിൽ വരുത്താൻ കഴിയുന്നവ, തിങ്സ് ദാറ്റ് യു ക്യാൻ ബിലീവ് ഇൻ ടു എക്സിസ്റ്റൻസ്. മറ്റേത് വെദർ യു ബിലീവ് ഓർ നോട്ട്, ഇറ്റ് ഈസ് ദെയർ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിലനിൽക്കുന്ന വസ്തുക്കൾ, ലൈക്ക് സൂര്യൻ, ചന്ദ്രൻ, നിങ്ങൾ, ഞാൻ, ലോകം, പ്രപഞ്ചം, വൈദ്യുതി, ഇലക്ട്രോൺ, പ്രോട്ടോൺ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഒരു വിഷയമല്ല. എന്നാൽ മറ്റു ചില സാധനങ്ങൾ, പ്രേതം, മറുത, ദൈവം, പിന്നെ ചാത്തൻ, അത് ഇത് മാട കോട, ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിച്ച് നിലവിൽ വരുത്താൻ സാധിക്കും. അത് നിങ്ങൾ പ്രേതം ഇല്ലെങ്കിലും പ്രേതം ഉള്ളതുപോലെ നിങ്ങൾ പെരുമാറും. പ്രേതം ഉണ്ടായിട്ടല്ല പ്രേതത്തെ പേടിക്കുന്നത്, ദൈവം ഉണ്ടായിട്ടല്ല ദൈവത്തെ ഭയക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കാൻ ദൈവം ഉണ്ടാവേണ്ട ആവശ്യമില്ല. ദൈവം ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ വിശ്വാസമൊന്നും ഉണ്ടാവില്ല. അതാണ് അതിന് സൺ ഈസ് ദെയർ, നോബഡി ബിലീവ്സ് ഇൻ സൺ, അല്ലേ? അപ്പം ഈ അന്ധത കൊണ്ട് ഒരു സോഷ്യൽ കോൺസിക്വൻസ്, അതാണ് നമ്മളെ പ്രധാന വിഷയം. വൈ ഐ ടോക്ക് അബൌട്ട് ദാറ്റ്, ദാറ്റ്സ് വൈ യുവർ ക്വസ്റ്റ്യൻ. ഐ ടോക്ക് അബൌട്ട് ദാറ്റ് ബിക്കോസ് ഇറ്റ്സ് ക്വൈറ്റ് എന്താണ് റീടാർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റിഗ്രസ് ചെയ്യുന്ന ഒരു സംഗതിയാണിത്. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നു, സമൂഹത്തിൻ്റെ പുരോഗതിയെ നശിപ്പിക്കുന്നു, പരസ്പരമുള്ള ധാരണയും ഐക്യത്തിനും തുരങ്കം വെക്കുന്നു. അപ്പോൾ സമസ്ത മേഖലകളിലും ഇത് ഹാനികരമാണ്. അതുകൊണ്ടാണ് ഈ അന്ധവിശ്വാസങ്ങളെ നമ്മൾ എതിർക്കുന്നത്. അല്ലാതെ അന്ധവിശ്വാസങ്ങളെ എല്ലാം ചേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് താങ്കൾക്ക് ചിലപ്പോൾ യുറാനസിൻ്റെ ധ്രുവ പ്രദേശത്ത് വളരുന്ന ഒരു പ്രത്യേകതരം ചിരിക്കുന്ന ബാക്ടീരിയകളിൽ വിശ്വാസം ഉണ്ടായിരിക്കും. അത് എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ അതിനകത്ത് വിശ്വസിച്ചോളൂ. പക്ഷെ നാളെ നിങ്ങൾ പറയാണ്, നാളെ നിങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്യേണ്ട, ഞങ്ങൾ ഈ ചിരിക്കുന്ന ബാക്ടീരിയയുടെ 4ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്, അതുകൊണ്ട് ഇതിലേക്കൂടെ വണ്ടിയൊന്നും പോകാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ പ്രാർത്ഥനാ ഗീതമാണ് ഇത് കേൾക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ചെവി പൊത്തി പിടിച്ചോളൂ. ഇങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക്, അന്യൻ്റെ ജീവിതത്തിലേക്ക് തടസ്സമായിട്ടും പ്രശ്നമായിട്ടും നിങ്ങളുടെ വിശ്വാസം വരികയും അത് നിങ്ങളെ തന്നെ തളർത്തുകയും കൂടെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയും, അനിയ നിൽ എന്ന് പറയും. ആ ഒരു നിൽ പറച്ചിലാണ് യഥാർത്ഥത്തിൽ എസൻസ് ഗ്ലോബലായാലും നമ്മളായാലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കേണ്ട, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ സ്വയം ചിന്തിച്ചാൽ പോരെ, ഇത് നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ടതല്ലല്ലോ. നമ്മൾ ഇപ്പം എന്നോടൊരാൾ പറയണം നീ നിർബന്ധമായിട്ട് ഇന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അത് നീ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിൽ നീ ദിവസം പോകുമെന്ന് പറയുമ്പോൾ ഞാനൊരു മനുഷ്യത്വപരമായിട്ട് നമ്മൾ സ്വയം ചിന്തിക്കുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ആവശ്യമുണ്ടെങ്കിലല്ലേ പോകണ്ടേ. ഇനിയിപ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ അത് എൻ്റെ ആവശ്യമാണ്. അപ്പം നമുക്കതിനെ വേണ്ടാന്ന് പറയാനുള്ളൊരു ഇതാണ്. ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. സി ആക്ച്വലി ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇമ്പോസിഷൻ ആണ്. യു നെവർ ആസ്ക് ഫോർ ഇറ്റ് ഇൻ ദ ബിഗിനിങ്. ഇറ്റ് ഈസ് ഗിവൺ ടു യു ആൻഡ് ഇൻസ്റ്റാൾഡ് ആൻഡ് യു ബിഹേവ് ലൈക്ക് ദാറ്റ്. പക്ഷേ ബട്ട് ഈ സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ നിരീശ്വരവാദം എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നെവർ ആൻ ഇമ്പോസിഷൻ. യു കൻ നോട്ട് ഇമ്പോസ്
നീ ഇന്നു മുതൽ നിരീശ്വരവാദിയായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവൻ മിനിറ്റുകൾക്കുള്ളിൽ മറ്റേതിലേക്ക് പോകും. കാരണം ഇറ്റ്സ് എ കോമ്പോസിഷൻ. അത് വ്യക്തി സ്വയം രചിക്കേണ്ടുന്ന ഒരു കാവ്യമാണ്. അത് അവൻ്റെ മസ്തിഷ്കത്തിൽ അവൻ തന്നെ പ്രോഗ്രാം ചെയ്ത് അവൻ തന്നെ മനനം ചെയ്തെത്തിച്ചേരേണ്ടുന്ന അവൻ്റെ തന്നെ ഒരു തീർച്ചയാണ്. അവൻ്റെ തീർച്ചയാണ് എത്തീസം, അന്യൻ്റെ തീർച്ചയാണ് മതവിശ്വാസം. നിങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ഈ ദൈവങ്ങളും ആചാരങ്ങളും ഒന്നും നിങ്ങൾ ഉണ്ടാക്കിയതോ നിങ്ങൾ അറിയുന്നതോ അല്ല. നിങ്ങൾ അറിയണമെന്ന് പോലും ഇല്ല. നിങ്ങളിപ്പോൾ ഒരു സംസ്കൃത ശ്ലോകം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു അറബി ഓതുമ്പോഴോ ഇതെന്ത് ചക്കയാണ് എന്ന് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമേ ഇല്ല വിശ്വാസത്തിൽ. നിങ്ങളതിനെ ചോദ്യം ചെയ്യാതിരുന്നാൽ മതിയാവും. അപ്പോൾ വ്യക്തിയുടെ രചനയാണ് അവിശ്വാസം. അവിടെ ഒരിക്കലും ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇഫ് യുവർ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വെദർ വി ആർ ഇമ്പോസിങ് ദിസ് ഈസ് എ വേ, നോ, വി ആർ നോട്ട് ഇമ്പോസിങ്. വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ ക്രിയേറ്റിംഗ് എ കറണ്ട് ഓഫ് ഐഡിയാസ്. ആശയങ്ങളുടെ ഒരു ധാര ക്രിയേറ്റ് ചെയ്യുക. ആശയങ്ങൾ നിങ്ങൾക്ക് ചുറ്റും പറന്ന് നടക്കുന്നൊരവസ്ഥ. അതിൽ വ്യക്തിക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിലേ തിരഞ്ഞെടുക്കാൻ പറ്റും. സാരിക്കട ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാരി പോയി തിരഞ്ഞെടുക്കാൻ പറ്റും. നിങ്ങൾ ചീനിയാണ് വിൽക്കുന്നതെങ്കിൽ സാരി തിരഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പം ഈ ആശയങ്ങൾ സയൻസിനോട് ആഭിമുഖ്യമുള്ള, മാനവികതയോട് ആഭിമുഖ്യമുള്ള, മനുഷ്യൻ ഒന്നായി വി ആർ ഓൾ ഫ്രം ആഫ്രിക്ക എന്നൊക്കെ തിരിച്ചറിവുള്ള ഒരു സമൂഹം ഉണ്ടാകാനായിട്ട് അതിനനുകൂലമായ ആശയങ്ങളുടെ ഒരു പരിസരം ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യിക്കുന്നത്. വ്യക്തി വന്ന് വേണമെങ്കിൽ എടുത്തോളൂ. ആ പരിസരം ഒരിക്കലും ഒരു ഇമ്പോസിഷൻ അല്ല. മനസ്സിലായി. സാർ ഒരു ഡൗട്ട് വരും. അപ്പം ഇപ്പം നമ്മൾ നടത്തുന്ന ഈ പ്രോഗ്രാം ലെറ്റ്സ് മോസ്റ്റ് 25th ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഉദ്ദേശം എന്താണ് ശരിക്കും? ലിറ്റ്മസ് 2018 മുതൽ എസൻസ് ഗ്ലോബൽ നടത്തുന്നതാണ്. 2018 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലായിരുന്നു. ആക്ച്വലി വി വർ ഓൺലി എക്സ്പെക്ടിങ് ഒരു 250-300 പീപ്പിളിന് ഒരു ഹോള് ബുക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ രജിസ്ട്രേഷനിൽ വന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. മോർ പീപ്പിൾ ഓൾറെഡി ഒരു 10-15 ദിവസമായപ്പോൾ രജിസ്റ്റർ ചെയ്ത്. അപ്പോഴാണ് നമ്മൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പടവണ്ടാരം പോലെ കിടക്കുന്ന സ്ഥലമാണ്. 3000 പേര് വന്നാലും ഇരിക്കാം, 10000 പേര് വന്നാലും ഇരിക്കാം, ഓപ്പണാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ ഇത്രയും സ്ഥലത്ത് ഒരു കസേര മാത്രം വെച്ച് ബാക്കി മറച്ചുകൊണ്ടൊക്കെ ചെയ്യാമെന്നൊക്കെ അത്രയും ആശയം. പക്ഷേ അത് നിറഞ്ഞ കവിയായിരുന്നു. ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് എന്താണ്, അവിടെ നിൽക്കുന്നവരെല്ലാം വന്നിട്ട് സാധാരണ ഇപ്പോൾ നിരീശ്വരവാദികളുടെ സമ്മേളനം എന്ന് പറയുമ്പോൾ കസേരകളുമായിട്ടുള്ള ഒരു സംവാദം എന്നൊക്കെയാണല്ലോ അതുപോലെ പറയുന്നത്. വളരെ 4-3-7 പേര് സിംഹവാലൻ രാഹുൽ ഈശ്വർ അവിടെ വന്ന് സിംഹവാല കുരങ്ങന്മാർ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള കുരങ്ങന്മാരെ. ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പം അത്ര അപൂർവമാണ്. അപ്പം അങ്ങനെ ഒരു വിസിബിലിറ്റി ഐ ഡോണ്ട് സബ്സ്ക്രൈബ് ടു ദിസ് ബുൾഷിറ്റ് എന്നുള്ള ഒരു പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അതാണ് 2018 നടന്നത്. പിന്നെ 2019 കോഴിക്കോട് നടക്കുമ്പോൾ അവിടെ ഫയർഫോഴ്സ് വന്ന് 1500 പേരെ അർജന്റായിട്ട് നിങ്ങൾ പുറത്തിറക്കിയിട്ട് പരിപാടി നടത്തിയാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആൾ വന്നു. അത്രയധികം ആളുകൾ വന്നു 2019. പിന്നെ കോവിഡ് 2 വർഷം ഉണ്ടായിരുന്നില്ല. 2022 ഇവിടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തന്നെയായിരുന്നു. 24 വീണ്ടും തിരുവനന്തപുരം, 25 വീണ്ടും 23 വീണ്ടും തിരുവനന്തപുരം, 24 കോഴിക്കോട് പോയി. അപ്പോൾ തിരിച്ച് വീണ്ടും മെട്രോ സിറ്റീസിൽ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഈ ആളുകൾ കൂടുന്നത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആളുകൾ പൂർണ്ണമായിട്ട് ഇതിലേക്ക് വിശ്വസിച്ച് വരുന്ന ആളുകളാണെന്ന്. അല്ല എന്നല്ല, ആക്ച്വലി മതജീവിതം എന്ന് പറയുന്നത് സാധ്യമാണ്. ബിക്കോസ് അതാണ് ഡിഫോൾട്ടായിട്ട് ഇവിടെ ഉള്ളത്. അതിനായിട്ട് നിങ്ങൾ വിയോജിക്കുമ്പോഴും നിങ്ങൾ അതിനെ എതിർക്കാതിരുന്നാൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അമ്പലത്തിൽ പോകണമെന്നില്ല, അമ്മ അമ്പലത്തിൽ പോകുന്നതിനെ എതിർക്കാതിരുന്നാൽ മതി. അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ഒരു കുറി തൊടുമ്പോൾ ആ കുറിയെ വേണ്ടെന്ന് പറയാതിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ന്യൂട്രലായിട്ട് തന്നെ മതത്തോടെ നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത്യാവശ്യം വരുന്ന ചെക്ക് പോയിന്റുകൾ, വിവാഹം, അതുപോലെ ചോറൂണ്, അങ്ങനെയൊക്കെയുള്ള ചെക്ക് പോയിന്റുകളിൽ നിങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴങ്ങിക്കൊടുത്ത് അങ്ങനെ അങ്ങ് അടിച്ച് പോകാവുന്ന ഒരവസ്ഥയുണ്ട്. എപ്പോഴും ഹെൽമെറ്റ് വെക്കണ്ട. എന്നാൽ ഈ നിരീശ്വരവാദം പബ്ലിക് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ്. യു മേക്ക് യുവർ ഒബ്ജെക്ഷൻസ് വിസിബിൾ. സോ വീട് തൊട്ട് ഓഫീസ് തൊട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ ഐബ്രോസ് റേസ് ചെയ്യുന്നത് കാണേണ്ടി വരും. അതിങ്ങനെ നോക്കുകയുള്ളൂ. അപ്പം അത് പല രീതിയിലാണ്. ചിലർക്ക് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല ചില സ്ഥലങ്ങളിൽ. തീർച്ചയായും ചിലപ്പോൾ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹബന്ധം വ്യഭിചാരമായിട്ട് മാറും. നിങ്ങൾ ഇപ്പോൾ ഇസ്ലാമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിശ്വാസിയും നിങ്ങളുടെ ഭാര്യ അവിശ്വാസിയാണെങ്കിൽ ആ ബന്ധം വ്യഭിചാര ബന്ധമാണെന്ന് പറയുന്നത്. അല്ല, ഞാനിത് പല തലങ്ങളിലാണ്. ചിലപ്പോൾ ഐ ഡോണ്ട് നോ വിച്ച് റിലീജിയൻ യു ഫോളോ. അപ്പോൾ പല തരത്തിൽ വ്യക്തിയെ ഞെരുക്കി കളയുകയാണ്. അവൻ്റെ സ്വാതന്ത്ര്യം, അവൻ്റെ ഇച്ഛ.
ഈ മതത്തിൽ ഒരിക്കലും നിങ്ങളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റില്ല. നിങ്ങളുടെ അധികാര കേന്ദ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുറത്താണ്. സ്വതന്ത്ര ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അധികാര കേന്ദ്രം നിങ്ങൾക്കുള്ളിൽ തന്നെയാണ്. യു ആർ ദ ബോസ്, യു അറ്റ്ലീസ്റ്റ് ബോസ് യുവർ സെൽഫ്. തീർച്ചയായിട്ടും. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ആളുകളുടെ സ്വാഭാവികമായിട്ട് എണ്ണം കുറയും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ബേസിക്കലി ഇത്തരത്തിലുള്ള ഒരു ഹൈ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ടുഗദർ ആകുമ്പോൾ ഐ തിങ്ക് അതൊരു ആത്മവിശ്വാസവും സന്തോഷവും കൊടുക്കുന്ന ഒരു സംഗതിയാണ്. വിസിബിലിറ്റി ഫാക്ടറാണ് ഈ നമ്പേഴ്സിൽ ഉള്ളത്. തീർച്ചയായിട്ടും. നത്തിങ് എൽസ്. ഓക്കെ. ഇപ്പം ഈ വരുന്നതിൽ ഇപ്പോൾ വരുന്ന ആളുകളിൽ എന്തായാലും ഒരു 100 പേര് എടുക്കുകയാണെങ്കിൽ അതിലൊരു 60% ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അതായത് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് വരികയും ബാക്കി 40% ആൾക്കാർ ചിലപ്പോൾ ഇതെന്താ നടക്കുന്നതെന്ന് അറിയാൻ കയറുന്നവരുണ്ടാവില്ലേ? ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ അതങ്ങനെ 40% ഒന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ബിക്കോസ് യു ഹാവ് ടു പേ. ഇതൊരു പാർട്ടി സമ്മേളനം പോലെ മതസമ്മേളനം പോലെ അല്ല. ദർ ഇസ് നോ കോഷൻ, ദർ ഇസ് നോ റിവാർഡ്, ദർ ഇസ് നോ വാർണിംഗ്, ദർ ഇസ് നോ ത്രെറ്റ്. ഓക്കെ. Then you have to be willing. Then you will be ready to pay, and you will be ready to travel, spend money, your time, your energy. ഇത് ടോട്ടൽ വില്ലിങ്നെസ് ഉള്ളവർക്ക് മാത്രമേ അവിടെ വരാൻ കഴിയൂ. അപ്പോൾ അതിനകത്ത് പുറത്തുനിന്ന് ക്യൂരിയോസിറ്റി ആയിട്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് 350 രൂപയാണ് എൻ്റെ രജിസ്ട്രേഷൻ ഫീ. ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അത് രജിസ്ട്രേഷൻ ഫീ, പിന്നെ ആഹാരം 100-150 രൂപ ഉണ്ടാവും. അപ്പോൾ എങ്ങനെ തന്നെയാലും നിങ്ങൾക്ക് ഒരു നല്ല തുക പൈസ ഉണ്ടെങ്കിൽ അവിടെ വരാൻ പറ്റും. ഓക്കെ. അറിയിച്ചാൽ നിങ്ങൾ തരുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോളിൻ്റെ വാടകയും മറ്റു കാര്യങ്ങളൊക്കെയാണ്, അല്ല നമുക്ക് വേറെ സോഴ്സ് ഒന്നും ഇല്ല. ഓക്കെ. അപ്പം ഈ എല്ലാവരും വന്നൊന്ന് എത്തി നോക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർ ശരിക്കും ബ്ലഡി റിച്ച് ആയിരിക്കും. ഓക്കെ. ഇത്രയൊക്കെ ചെലവഴിച്ച് അവിടെ വരുന്നെങ്കിൽ അധികം ഇല്ല. എന്നാലും ഞാൻ പറഞ്ഞ മനുഷ്യൻ ഒരിക്കലും ഒരു പക്ഷേ ഇത് രജിസ്ട്രേഷൻ പിന്നെ ഫ്രീ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ ആളുകൾ എന്താ അവിടെ സർക്കസിൻ്റെ അല്ലെ പാമ്പ് അതങ്ങോട്ട് നമ്മളിങ്ങനെ തലയെത്തി നോക്കുന്നോണം നോക്കുമായിരിക്കും. അങ്ങനെ ഒരു സാധനം ഇതിന് വരാൻ കഴിയില്ല. 90% ഉറപ്പായിട്ടും ഇത്തരം ആൾക്കാർ തന്നെയായിരിക്കും. ശരി. ഒരു ഡൗട്ട്, ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് സാധാരണക്കാരനൊരു സംശയമാണ്. ഞാൻ ഇപ്പോൾ ഒരു സ്വതന്ത്രമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ഞാൻ ആ പ്രോഗ്രാമിൽ വന്നാൽ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നത് എന്തൊക്കെയാണ്? നിങ്ങൾ ഒന്നാമത് നിങ്ങൾ സിമിലർ രീതിയിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾ കാണാൻ കഴിയും, ഇടപെടാൻ കഴിയും, സംസാരിക്കാൻ കഴിയും. പിന്നെ നിങ്ങളുടെ ചിന്തകളെ വെല്ലുവിളിക്കുകയും സാധൂകരിക്കുകയും ചെയ്യുന്ന പരിപാടികൾ, സംവാദങ്ങൾ ഒരുപാട്. അതായത് 3 ഡിബേറ്റ് തന്നെ ഉണ്ട് അതിനകത്ത്. പിന്നെ അതിനകത്ത് അല്ലാതെ തന്നെ കുറേ ആളുകൾ വ്യത്യസ്തമായ പരിപാടികൾ. ഉദാഹരണം ഈവൻ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. രമേഷ് പിഷാരടി സിനിമയിൽ അന്ധവിശ്വാസങ്ങളും അതൊക്കെ വെച്ചൊരു പരിപാടിയുണ്ട്. പിന്നെ ശ്രീജിത്ത് പണിക്കർ ഒരു ഡിബേറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഹസ്കർ എന്ന് പറയുന്നൊരു പുള്ളിയുടെ ഒരു ഡിബേറ്റ് ഉണ്ട്. ആരിഫ് ഹുസൈൻ്റെ ഒരു ഡിബേറ്റ് ഉണ്ട്. അപ്പം ഒരു 16 പ്രോഗ്രാംസ് ഉണ്ട്. ഈ പ്രഭാഷണങ്ങളൊക്കെ ഒരു 3 മാത്രമേ ഉള്ളൂ. അതൊരു 20-25 മിനിറ്റാണ് മാക്സിമം പ്രഭാഷണത്തിന്. UN അസംബ്ലിയിൽ സംസാരിക്കുന്നത് പെട്ടെന്ന് മാറി. അങ്ങനെ നീണ്ട പരിപാടി, സംവാദം മാത്രമേ ഉള്ളൂ. ഒരു 1.5 മണിക്കൂർ നേടുന്ന, ബാക്കിയെല്ലാം ചെറിയ 25 മിനിറ്റ് പരിപാടികളാണ്. സാർ, ഞാൻ ഇനിയൊരു ഡൗട്ടും കൂടി ചോദിക്കാനുള്ളത്, പണ്ട് കാലത്ത് ഇപ്പോൾ ഒരു അമ്പലങ്ങളിൽ പുലർച്ചെ പാട്ട് വയ്ക്കുന്നത്, പള്ളികളിൽ ബാങ്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ ചർച്ചകളിൽ നിന്ന് മണിയടിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഒരു ജാതിയോ മതമോ നോക്കിയിട്ടല്ലാതെ നമ്മളൊക്കെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സമയങ്ങൾ നിശ്ചയിക്കുന്നത്. ഓക്കെ, 6:30ക്കുള്ള ബാങ്ക് കൊടുക്കുന്നുണ്ട്, പാടത്ത് പണിയെടുക്കുന്നവർക്കുള്ള ഇത്, അമ്പലത്തിൽ പാട്ട് വയ്ക്കുമ്പോൾ പുലർച്ചയായി, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആർക്കും ഒരു ഇറിറ്റേഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ഈ വിശ്വാസത്തിന് എതിരെ വരുന്ന കുറച്ച് ആളുകൾ ഇതെല്ലാം ഒരു ഇറിറ്റേഷൻ ആക്കുന്ന രീതിയിലേക്ക് ഒരു മെസ്സേജ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഉച്ചഭാഷണി മറ്റുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയല്ലേ, എന്തിനാണ് അത്ര ഉച്ചത്തിൽ വെക്കുന്നത്, ആ ബാങ്ക് കൊടുക്കുന്നത് ആ പള്ളിയുടെ അകത്ത് കേട്ടാൽ പോരെ, അങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ശരിക്കും സാറിൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റാണോ ശരിയാണോ? അതിൻ്റെ മുഖ്യപ്രതികൾ നമ്മൾ തന്നെയാണ്. പ്രധാനപ്പെട്ട പ്രതികൾ നമ്മൾ തന്നെയാണ് ഇങ്ങനെ ഇത്തരം ഒരു ക്യാമ്പയിൻ നയിക്കുന്നത് തന്നെ. ഈ സൗണ്ട് പൊല്യൂഷൻ അത് കഴിഞ്ഞ 2 വർഷമായിട്ട് എസൻസ് ഏറ്റെടുത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ കഴിഞ്ഞ കോഴിക്കോട് നടന്ന പരിപാടിയിൽ തന്നെ ഈ ശബ്ദശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അന്നേരം തന്നെ 112 വിളിച്ച് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 10,000 രൂപ കിട്ടും. അതെ, സൗണ്ട് പൊല്യൂഷൻ്റെ നമ്മൾ കരുതുന്ന തെറിവിളി കേൾക്കും, അത് ഇതൊക്കെയാണ്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് റിസ്ക്കുകളുണ്ട്. കാരണം ഈ അമ്പല കമ്മിറ്റി, പള്ളി കമ്മിറ്റിയൊക്കെ വളരെ സായുധ, അവരെ ഈ എന്താണ് മനുഷ്യർ ദൈവത്തിൻ്റെ കണക്കാവും.
ഹിന്ദു മതത്തിലൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേകത ഉണ്ടല്ലേ, അവരുടെ കയ്യിൽ കോടാലി മറ്റേത് മറിച്ചത് എല്ലാ സാധനവും ഉണ്ടാവില്ല. അപ്പോൾ മനുഷ്യർ ദൈവങ്ങളുടെ കണക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ഈ പരാതി കൊടുത്തവൻ്റെ മണ്ട തെറിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പം അതിനെതിരെയുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മൾ നയിക്കുന്നത്. താങ്കൾ പറഞ്ഞൊരു കാര്യം ആക്ച്വലി അത് ഹിസ്റ്റോറിക്കലി കറക്റ്റ് അല്ല. ഈ പള്ളിയിലെ വാങ്കും അമ്പലത്തിലെ പ്രാർത്ഥനയും അതും ഇതുമൊക്കെ എന്നോട്ടാണ് കേൾക്കാൻ തുടങ്ങിയത് മൈക്ക് വന്നതിന് ശേഷമല്ലേ. മൈക്ക് എന്നാ വന്നത്? അപ്പോൾ പണ്ട് അങ്ങനെ ഒരു കാലമായിരുന്നു, എല്ലാവരും ഇതൊക്കെ കേട്ടാണ്, ഒരു പ്രശ്നമില്ലാതെ. അന്ന് ആളുകൾക്ക് ബോധമില്ലായിരുന്നു. പണ്ട് ഞാൻ പറയാം, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ മുന്നിൽ വന്നിരുന്ന ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അനുസ്യൂതമായിട്ട് പുകവലിക്കുകയാണ്. ആൻഡ് എനിക്കത് അസ്വസ്ഥമായിട്ട് തോന്നുന്നു. ഞാൻ പുകവലിക്കുന്ന ഒരാളല്ല, പക്ഷേ പുള്ളി അത് വളരെ രാജകീയമായിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം പുള്ളിക്ക് ഒരു തിരിച്ചറിവില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഇന്ന് ഒരാൾക്ക് നിങ്ങൾക്ക് ഒരു ഓഫീസിൽ നിന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഒരു തീവണ്ടിയിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല, ഒരു പബ്ലിക് സ്പേസിൽ പോലും പുകവലി യഥാർത്ഥത്തിൽ കുറ്റകരമാണ്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക്, ഒരു ബോധതലത്തിലേക്ക് ഈ സമൂഹം മാറിയത് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങളും അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങളും ഒക്കെ വന്നപ്പോഴാണ് ഈ പാസീവ് സ്മോക്കിംഗ് അറ്റ്ലീസ്റ്റ് കുഴപ്പമാണെന്നുള്ള ബോധ്യം വന്നത്. ഈ സൗണ്ടിൻ്റെ കാര്യത്തിൽ ഇതിനേക്കാൾ വലിയ കുഴപ്പമാണ്. സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എയർ, ഈ എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ദ്രവ്യം തന്നെയാണല്ലോ. വാതകം, ദ്രാവകം, ഖരം. ഇതിൽ കുറച്ചുകൂടെ മോളിക്കൂൾ ഒരുപാട് ഡിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് എയറായി. ഈ സാധനം വന്ന് ഇവിടെ അടിച്ച് അതിനെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. അത് വലിയ ഫോഴ്സിൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ അവിടെയുള്ള കോശങ്ങൾ നശിച്ചു പോകും എന്നുള്ളത് ഒരു LKG നോളജാണ്. നിങ്ങളുടെ ചെവിയിലേക്ക് ഊതി വേണമെങ്കിൽ നിങ്ങളെ ഡഫാക്കാൻ പറ്റും. അപ്പം അതിനെക്കാട്ടും പ്രഷറിലല്ലേ നമുക്ക് ഈ ഹോണാണെങ്കിലും നമ്മുടെ ഹെഡ്സെറ്റിൽ പാട്ട്. ഈ എന്തുകൊണ്ടാണ് ഈ കോളാമ്പി നിരോധിക്കുന്നത് അല്ലെങ്കിൽ ഇതുള്ളത് നിരോധിക്കുന്നത്? ഇത് വളരെ പഠനങ്ങൾ നടത്തി ലോകമെമ്പാടും തെളിയിച്ചാണ് ഒരു പരിധിയിൽ കൂടിയ ഡെസിബലുള്ള സൗണ്ട് നിങ്ങൾക്ക് ദോഷം ചെയ്യും. നമ്മൾ ഈ ശബ്ദമാലിന്യങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് നമ്മളിപ്പോഴും ജീവിക്കുന്നത്, എനിക്കിപ്പോഴും കേൾക്കാമല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടിയിരുന്ന ശ്രവണശേഷി ഇപ്പോൾ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ബിക്കോസ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു സാധനം കുറഞ്ഞോ ഇല്ലയോ നമുക്കില്ല, അറിയാൻ പറ്റില്ല. തീർച്ചയായും നിങ്ങളുടെ യഥാർത്ഥത്തിൽ ഒരു ടെസ്റ്റ് നിങ്ങളൊരു 10 വയസ്സുള്ളപ്പോൾ നടത്തിയിട്ട് ഇപ്പോഴും നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ പറയൂടാ ഞാൻ പൊട്ടനായി പോയല്ലോ എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. ആ രീതിയിൽ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അത് പലപ്പോഴും ഈ തീവ്രമായ ശബ്ദമാണ്. അതിനെ ഇന്ത്യ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, മുനിസിപ്പാലിറ്റി എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അതിനകത്ത് പിഴ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കോടതികളാണെങ്കിൽ വിധിച്ച് തളർന്നു കിടക്കുകയാണ്. കോടതി വിധികൾ കണ്ടമാനമുണ്ട്. ഇതൊന്നും ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രധാന കാരണം ഈ വിശ്വാസികൾ അമ്പലം, പള്ളി, മോസ്ക് എന്ന് പറഞ്ഞ് അവർ ഒന്നിച്ചുകൂടി അവരുടെ ദൈവത്തിനെ പൊട്ടനായിരിക്കാം, ഐ ഡോണ്ട് നോ, സോ ദേ വാണ്ട് സൗണ്ട്. പിന്നെ അവർ പാരായണം, വായന, കേൾക്കുന്നവർക്ക് എന്തോ കിട്ടും, പുണ്യം കിട്ടും എന്ന് പറയും. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് പുണ്യം. അപ്പം ഇതൊരു സാമൂഹ്യ ദുരാചാരമാണ്. അതിനെതിരാണ് താങ്കളത് റൊമാൻറ്റിസൈസ് ചെയ്യാൻ ശ്രമിച്ചാണ്. പണ്ട് പള്ളിയിലും ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ആളുകൾ ഞാറ് നട്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പുറകോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ജസ്റ്റ് അവിടെ നിൽക്കാതെ ഇച്ചിരി പറഞ്ഞോട്ട് പറയും, ഈ മൈക്കില്ലായിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഞാറ് നട്ടിരുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ടാണ് ആളുകൾക്ക് മാറ്റം വരുന്നത്. അല്ല, ഇതൊരു ഈവിൾ ആയതുകൊണ്ട്, ന്യൂസൻസ് ആയതുകൊണ്ടാണ്. ഈ ഇതൊക്കെ ഉണ്ട്, പേസ് മേക്കറൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവർ, നവജാത ശിശുക്കള്, രോഗികൾ. ഈ ഇപ്പോൾ അമ്പലങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 4 ചുറ്റിനും അടുപ്പ് കൂട്ടിയാണ് അമ്പലങ്ങളാണ്. അവിടുന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ വരികയാണ്. ഈ മൈക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് TV കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പുറത്ത് മുറ്റത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ സാധനം വരുന്നത് 24/7. ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. വിശ്വാസികൾക്ക് അറിയത്തില്ല. അവർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർക്കുള്ള ദ്രോഹമല്ല. അവർ ഇത് കുറച്ച് വെക്കും. അല്ലെങ്കിൽ അതൊന്ന് കുറച്ച്, നിങ്ങൾക്കൊരു പാട്ട് കേട്ട് നിങ്ങൾ സോറി, ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രാക്ട് ചെയ്യുന്നത്. വിശ്വാസികളുടെ നന്മയ്ക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ വിശ്വാസത്തിനെ സാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? വിശ്വാസികളുടെ നന്മയ്ക്ക് വിശ്വാസികളെ സപ്പോർട്ട് ചെയ്യുന്നു. അവിശ്വാസത്തിനെയാണ്, അല്ല അന്ധവിശ്വാസത്തിനെയാണ് നമ്മൾ. വിശ്വാസികളെയും അവിശ്വാസികളെയും ഇൻ ബിറ്റ്വീൻ ആയുള്ളവരെയും സപ്പോർട്ട് ചെയ്യുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയിൽ സപ്പോർട്ട് ചെയ്യുന്നു. വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇൻ ബിറ്റ്വീനുകാരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവിശ്വാസികളെ ഇങ്ങനെ അവിശ്വാസികളാകുന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ അതർവൈസ് ഗുഡ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. ഓക്കെ. ഈ പിന്നെ സാർ പറഞ്ഞ ഈ ഒരു അന്ധമായിട്ടുള്ള വിശ്വസിക്കുന്നത്, അതിനാണ് നമ്മൾ എതിരെ നിൽക്കുന്നത് എപ്പോഴും. അന്ധമായതും സമൂഹത്തിനും വ്യക്തിക്കും ദോഷകരമാകുന്നത് എവിടെയാണ് സാറിന് ഒരു ദോഷകരമായിട്ട് മനുഷ്യർ പോകുന്നതെന്ന് തോന്നുന്നത്? അവിടെ ഒരു എക്സാമ്പിൾ പറയാമോ? ഒന്ന്, നിങ്ങൾക്ക് തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ നിങ്ങളിൽപ്പെട്ടവനല്ല, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെ തോന്നാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന
ഒന്നാണ് മതവും ജാതിയൊക്കെ. അവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല, അല്ലെങ്കിൽ അവർ വേറെയാണ്. അത് ഒരു നല്ല അവസ്ഥയല്ല. അതിന് പ്രേരകമാകുന്ന അന്ധവിശ്വാസം ഏതായാലും അത് എതിർക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ജാതിയിൽ കൂടിയ ആൾ, അല്ലെങ്കിൽ പിന്നെ ഉദാഹരണം പണ്ട് ഇവിടെ നിലനിന്നിരുന്ന ജാതിപരമായ അയിത്തം, അതിനൊക്കെ കാരണമായിട്ട് പറഞ്ഞിരുന്ന ഇത്തരത്തിലുള്ള വ്യാജ സിദ്ധാന്തങ്ങളാണ്. മനുഷ്യൻ ഒന്നാണെന്നുള്ള മൂല്യബോധമല്ല, മറിച്ച് മനുഷ്യൻ വ്യത്യസ്തമായാണ് ഉണ്ടായതെന്നും വ്യത്യസ്തമായ ഘടനയും തൊഴിൽപരമായിട്ടുള്ള ഇതുമൊക്കെ ഉണ്ട് എന്നുള്ള ഒരു തെറ്റായ സോഫ്റ്റ്വെയറാണ്. അതിനെ എതിർക്കണം. അങ്ങനെയല്ല, അങ്ങനെ ഒരാളും ഇല്ല, അങ്ങനെ മനുഷ്യരെ വിവരിച്ചിട്ടില്ല, തൊഴിൽ വിവേചനമൊന്നും വന്ന ഇങ്ങനെയല്ല എന്ന് പറയേണ്ടുന്ന ഒരു വാദം. ഇപ്പോൾ അതുപോലെ തന്നെ നിറത്തിൻ്റെ പേരിലുള്ള വിഷയം, നല്ല നിറമുള്ള ആൾ യഥാർത്ഥത്തിൽ ഇവിടെ പലരും ഇങ്ങനെ വാരി തേക്കുന്നതെല്ലാം ഈ നിറം വർദ്ധിപ്പിക്കാനാണ്. തീർച്ചയായും. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? അതിൻ്റെ സയൻസാണ് പറയുന്നത്. ഇക്വറ്റോറിയൽ റീജിയനിലാണെങ്കിൽ സോളാർ റേഡിയേഷൻ കൂടുതലായിരിക്കും, അപ്പോൾ നിങ്ങളുടെ മെലനോസൈറ്റ് സെൽസ് കൂടുതൽ അതിനോട് റെസ്പോണ്ട് ചെയ്യും, മെലാനിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും, നിങ്ങളുടെ സ്കിന്നിന് ഡാർക്ക് ആവും. അതേസമയം നിങ്ങൾ പോളാർ റീജിയനിലേക്ക് പോകുമ്പോൾ മെലാനിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും, നിങ്ങൾ വെളുത്തോ മഞ്ഞിച്ചോ ഒക്കെ ഇരിക്കും. ഇത് സോളാർ റേഡിയേഷൻ്റെ ഇത് ആണ് അവിടെ കാണിക്കുന്നത്, അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു കുറവോ കൂടുതലോ അല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നമ്മൾ ഒരു ബ്രെയിൻ സർജറി നടത്തുകയാണ് ചെയ്യുന്നത്. ബ്രെയിൻ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുന്നില്ല, മയക്കവും ഇല്ല, കത്തിയും ഇല്ല, രക്തവും കിനിയുന്നില്ല. നിങ്ങൾ ആ സോഫ്റ്റ്വെയർ വെച്ച് ഇവൻ്റെ അബദ്ധ ധാരണകളെ ഇത് ഡിസ്കോഴ്സുകൾ വഴി, നരേറ്റീവുകൾ വഴി ചിന്തകൾ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ബ്രെയിൻ സർജറി നടത്തുന്നു. കത്തിയെടുക്കാതെ, മയക്കാതെ, രക്തം കിനിയാതെ. ഇതാണ് നമ്മൾ നടത്തുന്ന എസൻസ് ഗ്ലോബൽ. ഇപ്പോൾ ഈ ലിറ്റ്മസ് എന്നുള്ള പരിപാടിയൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു ആ രീതിയിലുള്ള ഒരു ബ്രെയിൻ സർജറിയാണ്. അപ്പോൾ അതിലേക്ക് ഒരുപാട് ആളുകൾ, ഇപ്പോൾ ഞാൻ സാറിൻ്റെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഒരു അത് എന്തിനു വേണ്ടിയാണോ എന്താണെന്നറിയില്ല, പക്ഷെ ഒരു മാറ്റം എവിടേക്കോ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ നോ പറയാൻ മടിക്കുന്നല്ല പേടിക്കുന്ന ഒരു സംഭവമാണ് ഈ മതം എന്ന് പറയുന്നത്. എപ്പോഴും മുമ്പേ കയറിയിട്ട് അത് ചെയ്യരുതെന്ന് പറയാൻ ഇപ്പോഴും ആളുകൾക്ക് പേടിയുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരു തലമുറയും ഒരു ജനതയുള്ളതിൻ്റെ നടുക്കാണ് ഇപ്പോൾ സാറ് വന്ന് നിൽക്കുന്നത്. സാറ് ഇങ്ങനെ ഈ ഒരു മേഖലയിൽ നിന്നപ്പോൾ ഒരുപാട് ആളുകളുടെ ഭീഷണിയായിട്ടും അങ്ങനെ പല രീതിയിലും വന്നിട്ടുണ്ടാവില്ലേ? ഈ മതത്തെ പേടിക്കുന്നതിൻ്റെ ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും പേടിക്കുന്നത് എന്തിനായിരിക്കും? പേടിപ്പിക്കുന്നതിനെ പേടിക്കും. മതം നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ട്. പേടിപ്പിക്കുന്നതിനെയാണ് നിങ്ങൾ പേടിക്കാറുള്ളത്. അല്ല വെറുതെ നിങ്ങൾക്ക് പേടിക്കാൻ നിങ്ങൾ മണ്ടനും പൊട്ടനും ബദിരനും മൂകനും ഒന്നുമല്ല. അല്ല ദിലീപ് ഏതോ സിനിമയെ പറയുന്നത്. കാരണം നൂറ്റാണ്ടുകളായിട്ട് ഫോളോ അപ്പ് ആണ് ആളുകളുടെ ഇടയിൽ. കോഷൻ എന്ന് പറയുന്നത് അതിനകത്തൊരു എലമെന്റ് തന്നെയാണ് മതത്തിൽ. മതത്തെ ഫോളോ ചെയ്തില്ലെങ്കിൽ പണ്ട് അറിയാലോ, ബാധ കയറിയെന്നും പറഞ്ഞ് കത്തിച്ച് കളയും നിങ്ങളെ കൊണ്ടുവന്നു. ജോൻ ഓഫ് ആർക്കിൻ്റെയൊക്കെ കഥ കേട്ടിട്ടുണ്ട്. പിന്നെ വിശ്വാസം വിടുന്നതിന് മരണമാണ് ശിക്ഷ. ഇപ്പോഴും ഇസ്ലാമിൽ പലയിടത്തും ഇത് തന്നെയാണ്. മതനിരാസം, മരണം, മതശിക്ഷയാണ്. ബ്ലാസ്ഫമി, നമുക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്, ബ്ലാസ്ഫമി, മതനിന്ദ നടത്തിയെന്ന് പറഞ്ഞ് ഇപ്പോഴും പിടിച്ച് അറസ്റ്റിലൊക്കെ ചെയ്യില്ലേ? അത് മതത്തെ പേടിക്കാനല്ലേ? നിങ്ങൾ ഭയങ്കര വിമർശനമൊക്കെ ആയിരിക്കും, പക്ഷേ വന്നിട്ട് മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഒക്കെ കൈ കിടന്ന് ഇങ്ങനെ പറക്കുന്ന കണ്ടിട്ടുണ്ടോ? കൈ മാത്രമല്ല, എന്താ കാര്യം? അതിനെ പേടിപ്പിക്കുന്നതിനെ പേടിക്കും. പാമ്പ് നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ട്, അത് അവൻ്റെ ഇരിക്കുന്ന സ്റ്റഫുണ്ടാ. ചേര നിങ്ങൾ പേടിക്കില്ല, കാരണം ചേരയുടെ ആ സാധനമല്ലോ. പക്ഷേ ചേരയെ പാമ്പാണെന്ന് കരുതി പാമ്പ് പോലെ ഇരിക്കുന്നതുകൊണ്ട് ഒരു പേടി ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുണ്ടാവും. അപ്പം ഇറ്റ് ഫ്രൈറ്റൻസ് യു. നിങ്ങൾ അറിയാതെ വന്ന ഒരു വാചകമാണ്, നിങ്ങളെ അത് പേടിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഇത് പേടിക്കാൻ കാരണം വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് ഫോളോ അപ്പ് ചെയ്തൊരു തലമുറ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നടുക്കൊരാൾ വന്നിട്ട് അത് തെറ്റാന്ന് പറയുമ്പോൾ ഇത്രയും ആളുകൾ ഇതിൽ വിശ്വസിച്ചിട്ടായിരിക്കുന്ന ആൾക്കാരാണ്. ഇത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്, ഇതിനെ വിശ്വസിച്ച് ഇത് മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള സമൂഹത്തിൽ കൊണ്ട് നമ്മളത് തെറ്റാന്ന് പറയുമ്പോൾ നമ്മളാരാന്നൊരു ചോദ്യം വരില്ലേ? ആ ചോദ്യം സാറിന് നേരെ ഒരുപാട് വന്നിട്ടുണ്ടാവില്ലേ? അല്ല, ഞാൻ പറഞ്ഞ ഈ സമൂഹത്തിൻ്റെ ഈ പറയുന്ന സാധനങ്ങളൊന്നും ഒരു 10-2000 വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അന്ന് വേറെ ഇപ്പോൾ ഉദാഹരണ ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന ദൈവം ഈജിപ്ഷ്യൻ ദൈവം റാ എന്ന് പറയുന്ന ദൈവം, ആയിരക്കണക്കിന് വർഷം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു പുള്ളി, സൂപ്പർ സ്റ്റാറായ. ഈ യഥാർത്ഥത്തിൽ ഇന്നത്തെ ദൈവങ്ങളെല്ലാം തന്നെ ഈ മരിച്ച ദൈവങ്ങളുടെ ശവപ്പറമ്പിലൂടെയാണ് അവർ നടന്നു വന്നിട്ടുള്ളത്. പഴയ ദൈവങ്ങളെ നിങ്ങൾ ഓർക്കുന്ന പോലും ഇല്ല. പാല് കൊടുക്കാനും പാട്ട് പാടാനും ഒക്കെ മനുഷ്യനില്ലെങ്കിൽ ഒരു ദൈവവും നിലനിൽക്കില്ല. ഇന്നത്തെ ദൈവങ്ങളെല്ലാം നിലനിർത്തുന്നത് ദൈവങ്ങളല്ല, മനുഷ്യരാണ്. പഗ് എന്ന് പറയുന്ന ഒരു പട്ടിയുണ്ട്. പഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന്. മനുഷ്യൻ്റെ സഹായം ഇല്ലെങ്കിൽ മനുഷ്യൻ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ ഒരാഴ്ച പോലും പഗ്ഗുകൾ പിടിച്ചു നിൽക്കില്ല എന്നാണ് പറയുന്നത്. അത് പക്ഷേ ദൈവങ്ങൾ ഒരു ദിവസം ഒരു സെക്കൻഡ് പോലും പിടിച്ചു നിൽക്കില്ല.
മനുഷ്യൻ തീരുമ്പോൾ തീരും, എല്ലാ ദൈവങ്ങളുടെയും വെടി അവിടെ തീരും. ഒരു ശബ്ദം ഉണ്ടാവും, പക്ഷെ അത് കേൾക്കാൻ പോലും മനുഷ്യനുണ്ടാവില്ല. ഇതൊരു മനുഷ്യനിർമ്മിത മനുഷ്യനെ ആശ്രയിച്ച് നിലകൊള്ളുന്ന ഒരു മനോമാരി ആണ് ഈ പറയുന്ന ദൈവചിന്തകളും മതചിന്തകളും ഒക്കെ. പിന്നെ അതിനെ ആശ്രയിച്ച് കഴിയുന്നു. അത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളതൊരു ട്രേഡ് ആക്കുമ്പോൾ, അപ്പോൾ മദ്യ വ്യവസായം നിർത്തുമ്പോൾ ആദ്യം ചോദിക്കുന്ന കാര്യം എന്താണ്? ഈ കറിക്കച്ചവടക്കാരെല്ലാം എവിടെ പോകും? ഒഴിച്ചു കൊടുപ്പുകാർ എവിടെ പോകും? അവരെങ്ങനെ ജീവിക്കും? ഇതൊരു പാട്ട ചോദ്യമാണ്. നമ്മൾ ചോദിക്കും ഇനി ഇതിന് പകരം എന്തുണ്ടാവും? അങ്ങനെ ചോദ്യങ്ങളുണ്ട്. മതം ഞാൻ ഉപേക്ഷിക്കുക, അതിന് പകരം എന്തുണ്ട്? നിങ്ങൾ ക്യാൻസർ ഞാൻ ഉപേക്ഷിക്കുക, എനിക്ക് അതിന് പകരം എന്തെങ്കിലും തരുമോ എന്നാരെങ്കിലും ചോദിക്കാറുണ്ടോ? അയിത്തം ഉപേക്ഷിക്കുക, പക്ഷെ അതിനെന്ത് പകരം വെക്കും എന്നാരെങ്കിലും ചോദിക്കാറുണ്ടോ? അഴിമതി കളയാം, പക്ഷെ അതിന് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത്തരം കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യമില്ല, പകരമൊന്നും ആവശ്യമില്ല, അതങ്ങ് നിർത്തിയാൽ മതി. അതുപോലെ തന്നെയാണ് ഈ സാധനങ്ങൾ. അതിനകത്ത് ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ വേറെ തൊഴിൽ മേഖലയിലേക്ക് പോകണം. ഇപ്പോൾ ശ്രീനാഥ് ഏത് തൊഴിൽ മേഖലയാണ് ഇപ്പോൾ ഇതിനകത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിനൊരു ബാൻ വരികയാണ്. ഒരു വർഷം ആകുന്നതിന് മുന്നേ തന്നെ ശ്രീനാഥ് ഇവിടെ വിട്ടുപോയിട്ടുണ്ടാവും. അടുത്ത മേഖലയിൽ നിങ്ങളൊരു കിളിയാണെങ്കിൽ നിങ്ങൾക്ക് പറക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വേറെ കൊമ്പിലേക്ക് പറന്നു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ കിളി അല്ലെങ്കിൽ പറക്കാൻ പറ്റില്ലേ, നിങ്ങളിവിടെ പറ്റിയിരിക്കും. നിങ്ങളും തീരും, എല്ലാം തീരും. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് മതത്തെ ആശ്രയിച്ച് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് മതത്തിന് നിലനിൽക്കാൻ സാധുവായ ഒരു കാരണമല്ല. അല്ല, പക്ഷെ ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാർ, ഇതിന് മതം എന്ന് പറഞ്ഞത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. വിശ്വസിക്കുന്നത് എല്ലാം കഴിഞ്ഞ് അവസാനം ഒരാളുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ഇതിലാണ്. അത് മാറ്റി അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി വേറെ ഒന്നും ഇല്ലെന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നു. കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുന്നു, നമ്മൾ പറയുന്നത് കേൾക്കുന്നു. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മനസ്സിൽ ഇത് നടക്കട്ടെ എന്ന് നമ്മളൊരാളോട് വിളിച്ച് പ്രാർത്ഥിക്കും. ഇതെല്ലാം ഒരു മനസ്സിലും കൂടി ആശ്വാസം കൊടുക്കുന്ന ഒരു വിശ്വാസങ്ങളാണ് എല്ലാവർക്കും. ഇത് മാറ്റിക്കഴിഞ്ഞാൽ വേറെ ഇല്ല ആ സ്ഥാനത്ത്, വേറെ എങ്ങോട്ട് പോകും? കാരണം ഇത് ഞാനോ സാറോ പഠിപ്പിച്ചൊരു കാര്യമല്ല. ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ച അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഫോർ സേക്ക് ഓഫ്, ബിക്കോസ് വി ആർ മീറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം when we are talking. തീർച്ചയായിട്ടും. നിങ്ങൾ ഒരു ബോയ്സ് ഹോസ്റ്റലിൽ പോവുകയാണ്, പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ബോയ്സ് ഹോസ്റ്റലിലെ ടോയ്ലറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ബോയ്സ് ആയതുകൊണ്ട് അത്ര വൃത്തിയോടെ അവരെ സൂക്ഷിക്കണമെന്നില്ല. ചെറിയ ബോയ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. എന്നാൽ സ്ത്രീകൾ അങ്ങനെ ഭയങ്കര മറുപ്പാണെന്നല്ല ഞാൻ പറയുന്നത്. മനസ്സിലായി. ഓക്കെ. അപ്പോൾ അവിടെ ടോയ്ലറ്റ് ചിലപ്പോൾ ക്യൂ നിൽക്കായിരിക്കും. ഒരാൾ 4-5 പേരൊക്കെ ആയിരിക്കും ഒരു ടോയ്ലറ്റിൽ പോകുന്നത്. അപ്പം ഇതിനകത്ത് വൃത്തിയുടെ ആ ഭയങ്കര വല്ലാത്ത അവസ്ഥ കാരണം പല ആൾക്കാരും അതിൻ്റെ ആ ഒരു ഗന്ധം വായിക്കാനായിട്ട് സിഗരറ്റോ ബീഡിയോ ഒക്കെ വലിച്ചുകൊണ്ട് കയറും. മനസ്സിലായി. എന്നിട്ട് അവർ ഇത് കഴിഞ്ഞിട്ട് പുറത്തു വരും. അപ്പോൾ എല്ലാ ദിവസവും ഇതിന് പോകണമെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 2 വർഷം അവിടെ പഠിക്കുന്നു മകൻ ശ്രീനാഥ്. അവിടെ പഠിച്ചിട്ട് വീട്ടിൽ തിരിച്ചു വരുന്നു. പക്ഷേ വീട്ടിലാണെങ്കിൽ നല്ല ടോയ്ലറ്റ്, അടിപൊളി, തിളങ്ങുന്നു. എവിടെ നോക്കിയാലും മുഖം തിളങ്ങുന്ന, എല്ലാ കണ്ണാടി, ഗ്രാനൈറ്റ്, സെറ്റപ്പ്, ഖുശ്ബു. പക്ഷേ ശ്രീനാഥിന് അവിടെ പോകണമെങ്കിൽ ഇല്ല മറ്റേ കൈപ്പൻ വീഡിയോ ഉണ്ടെങ്കിലേ പറ്റും. എന്നിട്ട് പറയാണ് ഇതില്ലാതെ എനിക്കിത് പറ്റില്ല. നിങ്ങൾ പിന്നെ മരണം നിങ്ങൾ അങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു ശീലമാണ് ഈ സാധനം. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ഒരു ഊന്നുവടിയാണ്, ഒരു ആശ്രയമാണ്, ഒരു കൺസോളേഷനാണ്. എന്തിന്? ഇത് നിങ്ങൾ പറഞ്ഞങ്ങ് പതപ്പിക്കുമ്പോൾ അത് അങ്ങനെ അങ്ങ് യഥാർത്ഥത്തിൽ നിങ്ങളെ ഈ വിളിച്ച് പറയുന്നു, ഒരാളോട് വിളിച്ച് പറയുന്നു, എന്നിട്ട് പറയുന്നു, അവർ കേൾക്കുന്നു എന്നൊരു വിശ്വാസമാണ്. ഈ പറയലും കേൾക്കലും മനുഷ്യരുടെ കഴിവല്ലേ? അതെ. വേറൊരാളോട് പറയുന്നു, അച്ഛ എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ അച്ഛൻ വിടുത്ത് ആശുപത്രി കൊണ്ടുപോകും. അതേപോലെ ഒരു സൂപ്പർ അച്ഛനാണ് ഈ പറയുന്ന ആള് അല്ലേ? പക്ഷെ ഇവിടെ അച്ഛനോട് പറഞ്ഞ ഒരു പ്രയോജനമുണ്ട്, അച്ഛനെ ആശുപത്രി കൊണ്ടുപോകും. മറ്റേതോ മറ്റേ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ വന്നെങ്കിലേ കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും അല്ലേ? ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ഒരു മുട്ടാളൻ റേപ്പ് ചെയ്യുന്നു, അവിടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ പറയും അത് പാടില്ല, അല്ലെ ഒന്ന് കരയെങ്കിലും ചെയ്യും, അല്ലെ ഒരു കല്ലെങ്കിലും എടുത്തെറിയും, അല്ലെ എന്തെങ്കിലും, അല്ലെ വേറെ ആരോടെങ്കിലും പോയി പറയും. പക്ഷെ ദൈവം എന്ത് ചെയ്യും? നടക്കട്ടെ നടക്കട്ടെ എന്ന് പറയും. നടക്കട്ടെ എന്ന് പറയുന്നതുകൊണ്ടാണല്ലോ ഇത് നടക്കുന്നത്. കാര്യം അവനറിയാതൊന്നും നടക്കുന്നില്ല, അവൻ്റെ അനുവാദം ഇല്ലാതൊന്നും നടക്കുന്നില്ല. അങ്ങനല്ലേ സിദ്ധാന്തം? അപ്പോൾ പിന്നെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ഈ സാധനങ്ങളും നടക്കുന്നത് ആരുടെ അനുവാദത്തോടു കൂടിയാണ്? അവന് വേണമെങ്കിൽ ഇത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ തടയണമെന്നുണ്ടെങ്കിൽ ഇത് കൃത്യം ചെയ്യുന്നവനെ
ഡിസ്ഫങ്ഷനിലാക്കാം ആ നിമിഷം അല്ലേ? അല്ല എന്തിനേറെ പറയുന്നത്, ഒരു എത്തിസ്റ്റ് ആണെന്ന് പറയുന്ന ഒരാൾ ദൈവത്തിന് ഇഷ്ടമല്ലാതെ ജീവിക്കുന്നു എന്നാണല്ലോ എൻ്റെ അർത്ഥം. ലോകത്ത് ഒരു എത്തിസ്റ്റ് എന്തെങ്കിലും ഉണ്ടാവുമോ ഈ പറയുന്ന സംഗതി ആക്റ്റീവ് ആണെങ്കിൽ? ശരി. ഇപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് തന്നെ ഐ ക്യാൻ എക്സ്പെക്ട് എ സ്ട്രോക്ക് കഴിഞ്ഞു. ഓക്കെ ഓക്കെ സാർ, നമുക്കെന്നാൽ ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് കുറച്ച് ചോദിക്കാനായിരുന്നത്. ഇനി എനിക്കൊരു കാര്യം അറിയാനുള്ളത് സാർ, ഹോമിയോപ്പതിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ ഹോമിയോപ്പതി അതിലുള്ളൊരു വിശ്വാസം ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കാലഘട്ടം തന്നെയാണത്. ഒരുപാട് ആളുകൾ ഈ മരുന്ന് മേടിച്ച് കഴിക്കുന്നുണ്ട് പല മേഖലകളിൽ. ഇപ്പോഴും എന്താ പറയുക, ചിലർ ഇപ്പം സാർ നേരത്തെ പറഞ്ഞ പല ഉത്തരങ്ങളും നേരത്തെ പറഞ്ഞതിലുണ്ട്. ചിലപ്പോൾ ഈ വലിക്കുന്ന കാര്യം പറഞ്ഞ പോലെ എനിക്കൊരു മരുന്ന് കേൾക്കില്ല, ഹോമിയോ ആണ് എനിക്ക് കേൾക്കുന്നത്, അതെനിക്കല്ല എൻ്റെ അച്ഛൻ തൊട്ടത് അങ്ങനെയാണെന്ന് പറഞ്ഞ് അതിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതിപ്പം ഇതിൻ്റെ വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമില്ലേ, അവരെന്തുകൊണ്ട് അപ്പോൾ അത് നിരോധിക്കാത്തത്? ഒന്ന് ഈ ലിറ്റ്മസ് 25 ഒക്ടോബർ 19 നടക്കുന്ന പരിപാടിയിൽ ആദ്യത്തെ പരിപാടി തന്നെ ഹോമിയോ കപടമോ എന്നുള്ളൊരു ഡിബേറ്റാണ്. രണ്ട് എക്സ് ഹോമിയോപാത്തുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ആരിഫ് ഹുസൈനും ഒരു സിബിൽ രാജും. 8:30 ആദ്യത്തെ ഡിബേറ്റ് തന്നെ ഇതാണ്. എന്താ ഹോമിയോ പ്രശ്നം? ഹോമിയോ പഞ്ചാര മുട്ടായില്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അത് എന്താ ഹോമിയോയുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബദൽ ചികിത്സ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന കപട ചികിത്സയാണ്. അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ ശ്രീനാഥ് മദ്യപിക്കാറുണ്ടോ? ഇല്ല, വളരെ ലൈറ്റ്. എനിക്ക് നിർബന്ധമല്ല ആൽക്കോഹോൾ. ഓക്കെ, ഇപ്പോൾ വേറൊരാളിരിക്കട്ടെ, അയാൾ ഫുൾ 24/7 ഒരു ഉഭയജീവിയാണെന്നിരിക്കട്ടെ. പിന്നെ 6 മാസം വെള്ളവും 6 മാസം അങ്ങനെ ഒരാളാണെന്നിരിക്കട്ടെ. പുള്ളിക്കായിരിക്കുമോ ഈ വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്ന ശ്രീനാഥിനായിരിക്കുമോ ലഹരി കൂടുതൽ? എനിക്കായിരിക്കും കൂടുതലോ? വല്ലപ്പോഴും കുടിക്കുന്നവർക്കല്ലേ അത്, മറ്റേത് എൻ്റെ ബ്ലഡിൽ അതൊക്കെ അല്ല പോട്ടെ. ലഹരി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം കഴിക്കുന്ന അനുഭവം വെച്ച് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആരാണ് കൂടുതൽ, ആരുടെ രക്തത്തിലായിരിക്കും കൂടുതൽ ഈ കണ്ടന്റ് ഉണ്ടോ? അത് അദ്ദേഹത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ കുടിക്കുന്ന അദ്ദേഹമല്ലേ? ഉറപ്പാണോ? ഉറപ്പാണ്. അത് അങ്ങനെ അല്ലാത്ത ഒന്നിനെ നിങ്ങൾ അംഗീകരിക്കും? കാരണം ഞാൻ വല്ലപ്പോഴേ കുടിക്കുന്നുള്ളൂ. അയാള് പിന്നെ 6 ഒന്നിക്കൊന്നിനാടം വെച്ച് അടിച്ച് പൂസായി പിന്നെ ആ ബോഡിയിൽ കംപ്ലീറ്റ് അതിന്റെ ഓടയിൽ നിന്ന് എന്നുള്ള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ശ്രീനാഥ് പറഞ്ഞു ശ്രീനാഥ് വല്ലപ്പോഴേ കഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് രക്തത്തിൽ ഇതിൽ ആൾക്കാരുടെ കണ്ടന്റ് കുറവായിരിക്കും, അതിന്റെ കിക്കും കുറവായിരിക്കും. എന്നാൽ ഹോമിയോപ്പതി നേരെ തിരിച്ചാ പറയുന്നത്, നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ. അങ്ങനെ നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഹോമിയോപ്പതി എന്താ കുഴപ്പം സാറേ, നല്ല ചക്കരയല്ലേ? പക്ഷേ ബേസിക്കലി ഈ ഒരു കാര്യം പല മിക്കവാറും അന്ധവിശ്വാസങ്ങളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉപഭോക്താക്കൾക്ക് അത് എന്ത് ചക്കയാണ് മാങ്ങയാണെന്ന് അറിയില്ല എന്നുള്ളതാണ്. ഇത് ഒരു മിക്കവാറും ജ്യോതിഷ വിശ്വാസികളുണ്ട്, അവർക്ക് എന്താണ് ഈ ജ്യോതിഷം എന്ന്, എങ്ങനെയാണ് ഇവരെ പറ്റിക്കുന്നതെന്ന് അവർക്കറിയില്ല. എങ്ങനെയാണ് പറ്റിക്കുന്നതെന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അവരതിന് പുറത്തു വരും. ഹോമിയോയുടെ അടിസ്ഥാന സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു നേർപ്പിക്കുന്നതോറും അതിൻ്റെ വീര്യം കൂടുന്നു എന്നാണ്. അതായത് ഈ മദർ ടിങ്ചർ എന്ന് പറയുന്ന മാതസത്ത് എന്ന് പറയുന്ന ഒരു മരുന്ന്, ഒരു കറയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് അതുപടി ഉപയോഗിക്കുന്നില്ല അവർ ഹനുമാന്റെ സിദ്ധാന്തം അനുസരിച്ച് അതിൽ ഒരു തുള്ളി എടുത്തിട്ട് ഒരു ബീക്കർ വെള്ളത്തിൽ കലക്കും. എന്നിട്ട് ആ ബീക്കർ വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി എടുക്കും, എന്നിട്ട് അടുത്ത ഒരു ബീക്കർ വെള്ളത്തിൽ എടുക്കും, എന്നിട്ട് അതിനകത്ത് നിന്ന് ഒരു തുള്ളി എടുക്കും, അടുത്ത 3, 4, 5, 6 അങ്ങനെ 30 തവണ 30ാമത്തെ ബീക്കറിൽ നിന്ന് ഒരു തുള്ളി എടുക്കും. അപ്പൊ അതിനകത്ത് എത്ര, ആദ്യത്തെ സത്തിന്റെ എത്ര മോളിക്കൂൾ ഉണ്ടാവും? ഇതിന് 30C എന്ന് പറഞ്ഞു. അതായത് 1, 2, 30 ബീക്കർ കട്ട് അതിനകത്തൊരു തുള്ളി, ഇതിനാണ് 30C നേർപ്പിക്കുക. 30C ആണ് മിനിമം 30C ആണ് ഹോമിയോ മരുന്നിന്റെ നേർപ്പിക്കലിന് 30C ആണ്. മാക്സിമം മില്യൺസ് ആണ്. അതായത് സൗരയൂഥത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു കടലിൽ ഒരു തുള്ളി മരുന്നെടുത്തിട്ട് ലയിപ്പിച്ചിട്ട് അതിനകത്ത് നിൽക്കുക, അത്രമാത്രം നേർപ്പിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വീര്യം കൂടുന്നത്. ഒന്ന് കുലുക്കുകയും കൂടെ വേണം. ആ കുലുക്കലിലിരിക്കുക. കാരണം എന്നറിയോ, ഇവർ പറയുന്നത് ഈ വെള്ളത്തിന് ഓർമ്മയുണ്ടെന്നാണ്. അങ്ങനെ അപ്പൊ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇനി അടുത്ത അപ്പൊ ഇതിപ്പോ മനസ്സിലായി. ഇനിയിപ്പോ അടുത്ത എന്തുകൊണ്ടാണ്? ആക്ച്വലി നിങ്ങളുടെ ഒരാളുടെ ഒരു വാഹനാപകടത്തിൽ ഒരു കൈ മുറിഞ്ഞു.
ഈ ലോകത്തുള്ള 800 കോടി ജനങ്ങൾ കൂടെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ എല്ലാം പ്രാർത്ഥിക്കുകയാണ്. കൈ വളരണേ, കൈ വളരണേ, കൈ ദൈവമേ, എൻ്റെ ദൈവമേ കൈ വളരണേ, അവൻ്റെ ദൈവം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക, മറിഞ്ഞും പ്രാർത്ഥിക്കുക. ക്രോസ് വോട്ടിങ് നടക്കുക. പിന്നെ ക്രിസ്ത്യാനി ഹിന്ദു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ക്രിസ്ത്യാനി അതേസമയം ക്രിസ്ത്യൻ ദൈവത്തെ, എല്ലാം ചെയ്യണം. ടോട്ടലി ഒരു ആഴ്ച മുഴുവൻ പ്രാർത്ഥിക്കുക. ഈ കൈ വളരുമോ? ഇല്ല. എന്നാൽ ഒരു പല്ലി ഒരു പ്രാർത്ഥനയില്ല, നിസ്സാരമായിട്ട് അതിൻ്റെ പാല് മുറിച്ചിട്ട് ബാക്കി ഭാഗം വളർന്നു. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ബോഡിയിൽ സഹജമായും സാധ്യമായും ഉള്ളൊരു പ്രോഗ്രാമാണത്. നമ്മുടെ കരലിലും ആ ഒരു ഇതുണ്ട്. നമ്മുടെ കരലിൻ്റെ ഒരു ഭാഗം കുറച്ച് മുറിച്ച് കഴിഞ്ഞാൽ അത് വളർന്ന് പൂർവ്വ. പക്ഷെ മറ്റേ ശരീരത്തിന് കൈയുടെ ഭാഗത്തിനില്ല. അപ്പം സഹജവും സാധ്യവുമായ ഒരു കാര്യം ഓട്ടോമാറ്റിക്കലി നടക്കും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പല്ലിക്ക് വേണമെങ്കിൽ ഈ വാല് മുറിച്ചിട്ട് ഒരു ഡാൻസ് ചെയ്യാം. അന്നേരം ബാക്കി വളർന്നോളും. വേറൊരു പല്ലി ഡാൻസ് ചെയ്യുന്നില്ല, ചുമ്മാ വാല് മുറിച്ചിട്ട് പോകാം, അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അതിൻ്റെയും വാല് വളരും. ഇവിടെ കൈ മുറിച്ചിട്ട് പ്രാർത്ഥിച്ചാലും ഡാൻസ് ചെയ്താലും എന്ത് ചെയ്താലും വളരില്ല. കാരണം അതിനുള്ള സാധ്യതയും അതിനുള്ള ഇതും ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എക്സ്ട്രാ ആയിട്ട്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന വഴിയിൽ ഇവിടെ ഇങ്ങോട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങി 2 കല്ല് വാരി പോക്കറ്റിട്ട് ഇതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നേരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം വന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റും, പറ്റാതിരിക്കും. അങ്ങോട്ട് പോകുമ്പോൾ കല്ലെടുത്താൽ കളഞ്ഞാൽ മതി. ഈ കല്ലെടുത്ത് ഇടാതെയും നിങ്ങൾക്ക് ഇവിടെ വന്ന് മര്യാദയ്ക്ക് പണി ചെയ്തിട്ട് പോകാൻ പറ്റും. ഈ കല്ലാണ് ഈ സാധനം. ഓക്കെ. അപ്പം ഞാൻ പറയട്ടെ, ഇപ്പോഴും ആളുകൾ അപ്പം ഇതിൽ വിശ്വസിച്ചിട്ട് ഇപ്പോൾ അതിനെ പഠിച്ച് പിള്ളേർ പഠിച്ചിറങ്ങി ഇത്രയും പൈസ കെട്ടി അതിനെക്കാട്ടി നഷ്ടം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വരെ ഇല്ല, അതാണ് നല്ലത്, സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് പോകുന്നില്ലേ? അപ്പം എന്തുകൊണ്ട് ആരും തടയുന്നില്ല? ഇത് സത്യമല്ലെങ്കിൽ ഇത് തടയല്ലേ ആദ്യം ചെയ്യേണ്ടത്? നിങ്ങൾ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഇപ്പോൾ അല്ല, ഞാൻ ചോദ്യങ്ങൾ ശ്രീനാഥ്. യു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. മീൻ എന്താണ് ഈ ബദൽ ചികിത്സയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോൾ പാമ്പിൻ്റെ വിഷത്തിൻ്റെ കാര്യത്തിലായാലും ഈ ഏതൊരു രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ രോഗങ്ങളും നീക്കം ചെയ്തിട്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടക്കി നിർത്തുക, കണ്ടെയ്ൻമെൻറ്റ്. കുറച്ച് നാൾ ഇപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ അടുത്ത പനിയിലേക്ക് 2 പനിക്കിടെയുള്ള ഇടവേളയൊക്കെയാണ് പനിയില്ലാത്ത അവസ്ഥയെന്ന് പറയുന്നത്, അല്ലേ? നമുക്കൊരു പനി അതെ. അപ്പം ഈ രോഗങ്ങളെ സംബന്ധിച്ച് തന്നെ അതിനെ നിയന്ത്രിക്കാനും അതിനെ ചികിത്സിക്കാനും നമുക്കൊരു പർട്ടിക്കുലർ പീരീഡിൽ എളുപ്പമാണ്. ഗോൾഡൻ അവർ എന്നൊക്കെ പറയും. ഇപ്പോൾ പാമ്പ് കടിച്ച ആളെ ഇത്ര മിനിറ്റിൽ, ഹാർട്ട് അറ്റാക്ക് വന്ന ആളെ ഇത്ര മിനിറ്റിൽ. അപ്പം ഈ സമയത്ത് നമ്മൾ തെറ്റായ ചികിത്സയിലേക്ക് പോകുന്നത് ആ രോഗിയുടെ തിരിച്ചു വരാനുള്ള സാധ്യതയെ ഹാനികരമായി ബാധിക്കും. ഇപ്പോൾ ക്യാൻസർ ആയിരിക്കും അങ്ങനെ പറയുന്നത്, മറ്റേടത്ത് കീമോതെറാപ്പി പോയി കഴിഞ്ഞാൽ മുടി കൊഴിയും, അത് കൊഴിയും, ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് അവനെ ഹോമിയോയിലേക്ക് കൊണ്ടുപോകുക. അപ്പം 3rd സ്റ്റേജ് 4th സ്റ്റേജിലേക്ക് ആയി ഇവൻ നിങ്ങൾ ചികിത്സിച്ച് വഷളാക്കും. എന്നിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുപോകുമ്പം അത് ചിലപ്പം ബിയോണ്ട് കൺട്രോൾ ആയിരിക്കും. നിങ്ങൾ യഥാർത്ഥ ചികിത്സ കിട്ടുന്നതിനെ തടയുന്നു എന്നുള്ളതാണ് ഈ കപട ചികിത്സകൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. അല്ലാതെ കുറേ പഞ്ചസാര തിന്നുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ ഹോമിയോ പലപ്പോഴും യഥാർത്ഥ ചികിത്സയ്ക്കും രോഗിക്കും ഇടയിൽ വന്ന് നിൽക്കുന്നു. കാര്യം ഇത് പ്ലീസിങ് ആണ്, പൈസ കുറവാണ്, അവിടെ ചെന്ന് നിൽക്കുക, ഒന്നുമില്ല, മറ്റേ ഇതെടുക്കണ്ട, സ്കാൻ എടുക്കണ്ട, ഇതെടുക്കണ്ട. ഇതൊരു വലിയ ദ്രോഹമാണ്, സാമൂഹ്യ ദ്രോഹം. പിന്നെ താങ്കളെ കുട്ടികളുടെ കാര്യം പറഞ്ഞു, അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. MBBS പോയിട്ട് 1-2 മാർക്ക് താഴെ ഇറങ്ങുന്നതിൻ്റെ പേരിലാണ് ഈ കുട്ടികൾക്ക് ഈ ഹോമിയോ ഓപ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അവർ മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്, പക്ഷേ അവർ ഇത് കയറുമ്പോഴാണ് അറിയുന്നത് എന്താണ് ഇത് സാധനം. ഇത് ഹോമിയോ ശരിയാണെങ്കിൽ കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം തെറ്റാണ്. ഹോമിയോ ശരിയാണെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നതോറും അതിൻ്റെ വീര്യം കൂടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ പിന്നെ പാലിനകത്ത് വെള്ളം ഒഴിക്കുന്നതിനെതിരെ കുറ്റം പറയുന്നത് എങ്ങനെയാണ്? ഹോമിയോ വിശ്വാസിയാണെങ്കിൽ ആ ഹോമിയോക്കാരനൊക്കെ നമ്മൾ പറയുകയാണ്, നിങ്ങൾ പാൽക്കാരി അന്ന ഹോമിയോക്കാരനെ കൊണ്ടുവന്ന് പാല് കൊടുക്കുന്നു, നിറയെ വെള്ളമായിട്ടാണ് കൊടുക്കുന്നത്. ഹോമിയോക്കാരനെ അത് പറയാൻ പറ്റുമോ? സാറിന് ഇഷ്ടം പോലെ വെള്ളം ചേർത്തുകൊണ്ട് നല്ല വീര്യം, നല്ല ശുദ്ധ പാലിൻ്റെ നല്ല തനിമയോടുള്ള പാല് കിട്ടും എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതിൽ വേറൊരു കാര്യമുള്ള സാറേ, ഞാൻ ഇത് ഹോമിയോനെ എതിരെ സംസാരിക്കുന്നതല്ല, വേറൊരു കാര്യം ഇതൊക്കെ നമുക്കതിനെ അറിയാമെന്ന് തോന്നുന്നുണ്ട്. കാരണം സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു ഗുളിക എടുത്തിട്ട് ഒരു കുട്ടി കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തട്ടി താഴ്ത്തിടും. ഹോമിയോ 2 കഴിച്ചാൽ ഇഷ്ടം പോലെ കഴിക്കും. ഹോമിയോ കഴിച്ച ഒരു ഡോക്ടർ മരുന്ന് കഴിച്ച് ആത്മഹത്യയായിട്ട് കേട്ടിട്ടുണ്ട്? ഇല്ല. അതേസമയം നിങ്ങൾ പാരസെറ്റമോൾ ഒരു 10-30 എണ്ണം ഒറ്റയടിക്ക് അടിച്ച് കഴിഞ്ഞു, പിറ്റേന്ന് ഉണന്നു. അതെ, തീർച്ചയായിട്ടും. അല്ല, എല്ലാത്തിൻ്റെയും ഞാൻ ഇപ്പം നമ്മളിങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ പറയും, ഇത് കാണുന്ന ആൾക്കാർ ഇത് കേൾക്കാൻ ചിന്തിക്കുകയാണ്. പക്ഷേ
ഇത് തെറ്റാണെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആളുകൾ നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളില്ലേ, നമുക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ, നമുക്ക് വേണ്ടി നമ്മുടെ മുകളിൽ നിൽക്കുന്ന, എന്താ അവരത് ചെയ്യാത്ത? അങ്ങനെ തെറ്റാണെങ്കിൽ. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാണ് ഞാൻ ഇവിടെ ആയത്. അടിപൊളി. ഞാൻ ഈ അവസ്ഥയിലാക്കി. ഓക്കെ. അപ്പൊ അവർ എല്ലാവരും, അപ്പൊ മറ്റുള്ള എന്താ ആളുകൾ ഇങ്ങനെ ചെയ്യാത്ത, എന്താ ആർക്കും ഇത് മനസ്സിലാവാത്ത എന്നുള്ള ചോദ്യം ചോദിച്ചാണ് നമ്മൾ എത്തുന്ന അവസ്ഥയാണ് ഈ ലിറ്റ്മസ് പോലെയുള്ള അവസ്ഥകൾ. അതെ. അപ്പൊ ആളുകളുടെ ചോദിക്കുന്ന ഇത്രേ ഉണ്ടാവുള്ളൂ, ഇത്രയും ആളുകൾ ശരിയാണ്, ഇത് നമുക്ക് വേണ്ടപ്പെട്ടവർ തടയുന്നില്ല, ഇദ്ദേഹം മാത്രം എന്തിനാ ഇതിനു വേണ്ടി ഇങ്ങനെ ചാനലിലൊക്കെ വന്നിട്ട് സംസാരിക്കുന്നത്, ഇദ്ദേഹത്തിന് എന്തറിയാം എന്നൊരു ചോദ്യം ആളുകൾക്ക് ഉണ്ടാവും. ഇത് ഈ സത്യത്തിന്റെ കുത്തവകാശം ഭൂരിപക്ഷത്തിനില്ല. ഭൂരിപക്ഷം സത്യം വസ്തുത എന്നുള്ള തെളിയിക്കാനുള്ളതല്ല, മറിച്ച് ജനാധിപത്യത്തിലൊക്കെ ഭരണം നിശ്ചയിക്കാനായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ നമ്പർ സിസ്റ്റം. കൂടുതൽ പേര് പിന്തുണയ്ക്കുന്നത് ശരിയാണ്. കൂടുതൽ ഇപ്പോൾ ഭൂമി ഒരു കാലഘട്ടത്തിൽ പരന്നതാണെന്നാണ് 99% ആളുകളും പറഞ്ഞുകൊണ്ടിരുന്നത്. 1% ആളുകൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ തല്ലി കൊന്നിട്ടുണ്ടാവും. അപ്പോഴും ഭൂമി ഉരുണ്ട് തന്നെയല്ലേ ഇരുന്നത്. ഇപ്പോൾ പിന്നെ ചിക്കൻ പോക്സ്, അത് ദേവി വാരി എറിയുന്ന കുരുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുരുക്ഷേത്രങ്ങൾ, ആ കുരുക്ഷേത്രമല്ല, ഈ ദേവീ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അവിടെ പോയായിരുന്ന ആളുകൾ ഇത് മാറ്റിക്കൊണ്ടിരുന്നു. ഇത് നമ്മൾ വാക്സിൻ കണ്ടുപിടിച്ചു, ഇത് ക്യൂറബിളായി. ഇപ്പോൾ അത്തരം ക്ഷേത്രങ്ങളില്ല. വസൂരി എന്നാണ് പറയുന്നത്, ദേവി വാരി കുരു എറിയുന്നെന്നാണ് പറയുന്നത്, ദേവി കോപം എന്നാണ് പറഞ്ഞത്. അത് ശരിയായിരുന്നോ? അല്ല. ഭൂരിപക്ഷം ആളുകളും വിശ്വസിച്ചിരുന്നു, പക്ഷേ അത് ഒരിക്കലും ശരിയായിരുന്നില്ല. നമ്മളെ സാമൂഹ്യ ക്രമത്തിലും ചികിത്സാ പദ്ധതികളിലും പഠനങ്ങളിലും ഒക്കെ നോക്കൂ, നമ്മൾ വ്യാപകമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത് പഴയതിനെ പലതും തിരുത്തിയാണ്. തിരുത്താതിരുന്ന അവസ്ഥയിൽ അതിൽ ഭൂരിപക്ഷം ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അയിത്തം ഇവിടെ നിലനിന്ന അവസ്ഥയിൽ അയിത്തത്തെ ലംഘിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് ഏറ്റവും കാര്യം, എല്ലാവരുടെയും മേളിലൊരാളുണ്ട്, താഴെ ഒരാളുണ്ട് ജാതിപരമായിട്ട്. അപ്പോൾ താഴെയുള്ളവരെ മർദ്ദിക്കുകയും മേളിലുള്ളവരെ തൊഴുകയും ചെയ്തുകൊണ്ടാണ് ഈ മനുഷ്യരെല്ലാം ജീവിച്ചുകൊണ്ടിരുന്നത്. ഇതിനെ നമ്മൾ അട്ടിമറിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഭൂരിപക്ഷം പിന്തുണയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ഒരിക്കലും ശരിയാവുന്നില്ല. ഈ സയൻസിൻ്റെ ഫോർ എക്സാമ്പിൾ, സയൻസിൽ നമ്മൾ പറയുന്ന ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് എവിഡൻസ് എന്നാണ്. തെളിവുകളുടെ സമഗ്രാധിപത്യം. വ്യക്തിക്ക് അവിടെ ഒരു പ്രാധാന്യമില്ല. തെളിവുകൾ എങ്ങോട്ടാണോ നയിക്കുന്നത്, ഈ ലിറ്റ്മസിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ തെളിവുകൾ നയിക്കട്ടെ എന്നാണ്. ലെറ്റ് എവിഡൻസ് ലീഡ്. ഇപ്പം ഞാനിപ്പോൾ ഇതിനൊരു പറയുന്ന കാര്യം, എൻ്റെ തെളിവുകൾ അതിനെതിരാണെന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റണം, അല്ല ഞാൻ ആ തെളിവുകളെ മാറ്റാൻ ശ്രമിക്കരുത്. തീർച്ചയായിട്ടും ഞാനാണ് മാറേണ്ടത്. അതായത് വസ്തുതയും തെളിവുകളും എനിക്കെതിരാകുമ്പോൾ മാറേണ്ടത് ഞാനാണ്. ഇതാണ് സ്വതന്ത്ര ഇന്ത്യയുടെ അടിസ്ഥാനം. തീർച്ചയായിട്ടും. ഇനി ഒരു ചോദ്യം കൂടി, നമുക്ക് ഇത് ചെയ്യാനുള്ളൊരു അധികാരമില്ല. ഒരു സംഭവം നിരോധിക്കാനോ അത് ചെയ്യരുതെന്ന് പറയാനോ ഒരു ഔദ്യോഗികമായിട്ട് അധികാരം നമുക്കില്ല. അങ്ങനെ ഒരു അധികാരം കിട്ടിയാൽ സാർ അത് ഉപയോഗിക്കുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു അധികാരത്തിന്, അതായത് ചോദിക്കുന്നത്, ഒരു ഇലക്ഷൻ പോലത്തെ ഇത് നേരിടാൻ സാർ തയ്യാറാണോ? ഇത്ര ആളുകളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. ഇല്ല, ഐ എം നോട്ട് ഇൻ സെർച്ച് ഓഫ് പവർ. അധികാരം, പവർ ഒരു കാര്യം അല്ല. ഒരു പവർ കിട്ടിയ സാറിന് ഇപ്പം ഈ പറയുന്നത്, ഇപ്പം സാറിപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ എനിക്ക് ഭൂരിപക്ഷം ഇല്ല, അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തിൽ ചിലപ്പോൾ ആളുകൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നേർ വിപരീതമായാണ്. ഭൂരിപക്ഷം അല്ല സത്യവും വസ്തുതയും തെളിയിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഭൂരിപക്ഷവും സത്യം. ഇപ്പോൾ ഉദാഹരണമായിട്ട് അധികാരം, താങ്കൾ ചോദിച്ചൊരു കാര്യം, അധികാരം വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം ഇല്ലാതാക്കാൻ കഴിയുമല്ലോ. ഒരിക്കലും ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രാക്ടീസ് അധികാരം വെച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. ഈ മരുന്നുകളുടെ കാര്യങ്ങളൊക്കെ അത് നിരോധിക്കാൻ കഴിയും. ആളുകൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് മദ്യം നിരോധിക്കുന്ന പോലുള്ള അവസ്ഥയാണ്. മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വാറ്റടിക്കും, വാറ്റല്ലേ വേറെ എന്തെങ്കിലും അവസ്ഥയിലേക്ക് പോകും. കാര്യം ഈ അവസ്ഥ നിലനിന്നുകൊണ്ട് നിങ്ങൾ നിരോധിച്ചിട്ട് കാര്യമില്ല. ഈ വിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഈ അവിശ്വാസം എന്ന് പറയുന്നത് ശരി, അത് ബ്രെയിനിൽ നമ്മൾ സ്വയം ഉണ്ടാക്കേണ്ട ഒരു കാര്യം. ഒരു സ്വയം രചനയാണ് ഈ പറയുന്ന സ്വതന്ത്ര ചിന്ത, അവിശ്വാസം എന്നൊക്കെ പറയുന്നത്. അത് മേളിൽ നിന്ന് ഒരാൾ നാളെ മുതൽ ആരും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കാതിരിക്കത്തില്ല. പലപ്പോഴും വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അവൻ വിചാരിക്കും അവൻ്റെ എന്തോ പാപ്പം ആരണ്ട് അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞവൻ അക്രമാസക്തമായി വിശ്വസിക്കുകയാണ് ചെയ്യുക. അധികാര കേന്ദ്രങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വ്യക്തി സ്വയം എടുക്കേണ്ട തീരുമാനമാണ്. അവനോട് തന്നെ നടത്തുന്ന ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡീപ്രോഗ്രാമിംഗ് നടക്കേണ്ടത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമ്മളിങ്ങനെ പോകേണ്ടി വരും. കാരണം ഒരുപാട് പലർക്കും ഇപ്പം ഈ ഞാൻ ചോദിച്ചത് ഒരിക്കലും ഞാൻ പഠിച്ചുകൊണ്ടുവന്നൊരു ചോദ്യങ്ങളല്ല, ഒരു സാധാരണക്കാരൻ്റെ ഉള്ളിൽ വരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ സാറിനെ പോലത്തെ ഒരാളെ കാണുമ്പോൾ ചോദിക്കാൻ വേണ്ടി ചോദിച്ചിരുന്നതാണ്. അപ്പം ഇങ്ങനെ ഒട്ടനവധി ആളുകൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒരു വലിയ ഉത്തരങ്ങൾ കിട്ടട്ടെ സാർ വഴി. അതെ, നമ്മളെ ഒക്ടോബർ 19 രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ലിറ്റ്മസ് എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ
ഇത്തരത്തിൽ ഇഫ് യു ആർ ഇൻ സെർച്ച് ഓഫ് ആൻസേഴ്സ്, ഇഫ് യു ഹാവ് ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഐ തീർച്ചയായും. ഇൻവൈറ്റ് യു ഓൾസോ. ഓ, താങ്ക് യു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം സാർ, ഈ ഒരു സമയത്ത് കുറച്ച് സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിൽ. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു.